ജനയുഗം ഓണപ്പതിപ്പിലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ലേഖനത്തെ തുടർന്ന് സി.പി.ഐയിൽ ഭിന്നത. ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്ന് ജനയുഗത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ലേഖനം. അതേസമയം സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറ്റൊരു ലേഖനം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന പേരിലാണ് സി.പി.ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനമുള്ളത്. ജനാധിപത്യത്തെക്കുറിച്ച് ഇരുവരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ലേഖനം വന്നതിൽ സി.പി.ഐക്കുള്ളിൽ ഭിന്നതയുമുണ്ട്. 190 വർഷങ്ങൾ നീണ്ടുനിന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ സൃഷ്ടിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. സ്വതന്ത്ര ഇന്ത്യ സമരഭരിതമായ ഭൂതകാലങ്ങളിൽ നിന്ന് പ്രതീക്ഷാ നിർഭരമായ ഭാവിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വഴികാട്ടിയാകേണ്ടത് രാഷ്ട്രത്തിന്റെ ഭരണഘടനയാണ്. ആ യാത്രയുടെ ലക്ഷ്യമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ വ്യക്തമാക്കപ്പെട്ടത്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് സ്വാതന്ത്ര്യത്തിന്റെ 3/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ഭരണഘടനയുടെ സ്രഷ്ടാക്കളായ ജനങ്ങൾ കാണുന്നത് ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അവഹേളിക്കപ്പെടുന്നതും ഇന്ത്യയുടെ യാത്ര വഞ്ചിക്കപ്പെടുന്നതുമായ കാഴ്ചയാണ്. ഇതാണ് ലേഖനത്തിൽ ബിനോയ് വിശ്വം പറയുന്നത്. ദേശദ്രോഹപരമായ ആ നീക്കത്തിന് കാർമ്മികത്വം വഹിക്കുന്നവർ ദേശസ്നേഹികൾ എന്ന സ്വയം പേരിട്ടവർ തന്നെയാണ് എന്നും ഈ വിചിത്രാനുഭവങ്ങൾ ഒരുക്കിവെക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതെന്നും സി.പി.ഐ സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം വൈവിധ്യങ്ങൾക്കിടയിലും ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം കുറ്റമറ്റ രീതിയിൽ നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ഭരണഘടനയുടെ കരുത്ത് തെളിയിക്കുന്നതായി രാജീവ് ചന്ദ്രശേഖർ ലേഖനത്തിൽ പറയുന്നുണ്ട്. കുറ്റമറ്റതാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും അറിഞ്ഞുകൊണ്ട് പല പിശകുകളും ഈ നടപടിക്രമങ്ങൾക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നങ്ങളെ എക്കാലത്തും ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബി.ജെ.പി. എപ്പോഴും ശ്രദ്ധ നൽകിയിട്ടുള്ളതെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുറത്തിറങ്ങിയ കരട് വോട്ടർ പട്ടികയിലും വാർഡ് വിഭജനത്തിലുമുണ്ടായ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ആദ്യം ഉന്നയിച്ചത് ബി.ജെ.പി. ആണെന്നും പരിഹരിക്കാൻ ഇടപെട്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സി.പി.ഐക്ക് പുറത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ലേഖനം മാത്രമാണ് ജനയുഗത്തിലുള്ളത്. എഡിറ്റോറിയൽ ബോർഡാണ് ലേഖനം പ്രസിദ്ധീകരിച്ചതെന്ന് സി.പി.ഐ നേതൃത്വം വിശദീകരിക്കുന്നുമുണ്ട്.